നിങ്ങൾ ആങ്സൈറ്റി, ബോർഡം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ടോ? ഞാൻ പറയാണ് നിങ്ങൾക്ക് അതിനൊന്നും ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ലാന്ന്. സൈക്കോളജിസ്റ്റുകളൊക്കെ പടവെട്ടാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതൊന്ന് തീർന്നോട്ടെ. ഞാനൊരു 4, 5 കൊല്ലം മുന്നേ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അന്ന് അവരോട് ഞാൻ ചോദിച്ചു, ഇനി ഗ്രോ ചെയ്തു വരുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അവരന്ന് പറഞ്ഞത് മെന്റൽ ഹെൽത്ത് സെക്ടറാണ്. ഞാൻ അന്ന് അവരെ വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ അത് നോക്കുമ്പോൾ അവർ പറഞ്ഞ എത്രയോ സത്യമാണ്. എത്രയോ ആളുകൾ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്, ക്ലിനിക്കൽ ഡിപ്രഷനാണ്, എനിക്ക് ഡിപ്രഷനാണ്, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് മെന്റൽ ഹെൽത്തിന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. ഈ സെക്ടർ ഉണ്ടാക്കുന്ന പൈസ കേട്ടപ്പോലും നമുക്ക് ലൈക്ക് ഇത്രയധികം പൈസ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും. ഈ പറഞ്ഞ ഇമോഷൻസിനെ എല്ലാം നമ്മൾ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നി ഉടനെ ഫിക്സ് ചെയ്യാൻ ഓടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ഡോപ്പമിൻ റഷ്. സ്ക്രോൾ ചെയ്യുക, സ്ക്രോൾ ചെയ്യുക, സ്ക്രോൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, അടുത്ത വീഡിയോ. കാരണം നമ്മളെ കോൺസ്റ്റന്റ്ലി എന്റർടൈൻ, കോൺസ്റ്റന്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറയണേ? അതായത് ഈ വരുന്ന ഫീലിങ്സ് ഒക്കെ നമ്മളെപ്പോഴും നമ്മൾ പോസിറ്റീവ് ഫീലിങ്സ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന മോട്ടിവേഷണൽ ടോക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പക്ഷേ ഈ ഫീലിങ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് നന്നായി ഫീൽ ചെയ്യാനാണെങ്കിലോ, അതായത് സങ്കടമെങ്കിൽ സങ്കടം, സന്തോഷമെങ്കിൽ സന്തോഷം, അതിനെ മനസ്സിലാക്കി കാണാനാണെങ്കിലോ, എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായി, ഈവൻ നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്നത്തേക്കായിട്ട് ജീവിക്കാനല്ല ഈ ലോകത്ത് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മളൊക്കെ ഒരു ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് വിട പറഞ്ഞു പോകും. ആ വേദനയുണ്ടാകും. പക്ഷെ അതിനെ മനസ്സിലാക്കാനും മുന്നോട്ട് ചിന്തിക്കാനുമാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിലോ. ഒരു സൈലന്റ് എപ്പിഡമിക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എല്ലാവരുടെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്, ഒരു നംനെസ് ഉണ്ട്, ഒരു മരവിപ്പുണ്ട്. അതിനെ ഈ ക്ലിനിക്കൽ സെൻസിലെ ഡിപ്രഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ സന്തോഷിക്കാനാണെങ്കിൽ അതും പറ്റുന്നില്ല. എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഓവർവെൽമിങ് ഫീലിംഗ്. എല്ലാ കാര്യങ്ങളൂടെ കയറി വന്ന് എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ. അതിനെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആ സ്റ്റിൽനെസ് ഇരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്കറിയാം ജീവിതം എന്നും ഒരേപോലെ പോകില്ല എങ്കിലും വരുന്ന ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ തയ്യാറല്ല. അതിനെ ഒരിക്കലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും? ഞാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുമായിരിക്കും? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ലേ ചിന്തിച്ചിട്ടുള്ളൂ? എന്നാൽ ഞാൻ പറയുന്നത് ഈ നെഗറ്റീവ് കാര്യങ്ങളൂടെ കണക്കിലെടുക്കാൻ നമ്മൾ പഠിക്കണം. വെൽക്കം ബാക്ക് ടു ബ്രിൻ ടു ദ എൻസോ. ഇക്കിഗായിലെ മൊറീറ്റ തെറാപ്പി നമ്മളെ എന്താണ് പഠിപ്പിച്ചു തരുന്നത്? അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൊറീറ്റ തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറീറ്റ തെറാപ്പി നമ്മളെ ഫിക്സ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അതല്ല. വിജയ് സൂപ്പറും പൗർണമിയിൽ പറയുന്ന പോലെ കണ്ണാടി നോക്കി വിജയ് സൂപ്പർ, വിജയ് സൂപ്പർ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആഫർമേഷൻസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇമോഷൻസ് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ എപ്പോഴാണ് ദേഷ്യം വരുന്നത്, അങ്ങനെ അങ്ങനെ യാതൊന്നുമില്ല. പകരം നിങ്ങൾ ആകാശമാണെന്ന് വിചാരിക്കുക. അന്തരീക്ഷം മാറി മാറി. അതായത് നിങ്ങളൊരു ഹ്യൂമനാണ്. പല ഇമോഷൻസ് വന്നു പോകും. അതിനെ അംഗീകരിക്കുന്നത് തന്നെ ഭയങ്കര ലിബറേറ്റിംഗ് ആയിട്ടുള്ളൊരു ചിന്തയല്ലേ. എനിക്ക് ദേഷ്യം വരും, എനിക്ക് സങ്കടം വരും, സന്തോഷവും വരും. ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നൊരു സമയമാണത്. സങ്കടം വരും. അയാൾ എന്നെ വിട്ടുപോയി, എനിക്ക് സങ്കടം വരും. എൻ്റെ ആകെ ഉണ്ടായിരുന്ന പിടിവള്ളി ജോലി വിട്ടുപോയി, വിട്ടുപോയി. ശരിയാണ്. ഇത് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഓവർ ഐഡിയലൈസ് ചെയ്യാതിരിക്കുക. അതായത് ഈ ജോലി മാത്രം എൻ്റെ ഏറ്റവും വലിയ പിടിവള്ളിയായിരുന്നു. അതായത് ലോകത്തെങ്ങും ഒരു ജോലി ഇല്ലാത്ത പോലെ. ഒരു ജോലിയോട് നമുക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അത് കിട്ടിയില്ല എങ്കിൽ സാരമില്ല. അതിൻ്റെ മറ്റൊരു പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ ഓവർ ഐഡിയലൈസ് ചെയ്യാതെ അംഗീകരിക്കുക. അക്സെപ്റ്റ് യുവർ സെൽഫ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ല. നിങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ സങ്കടം നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ താളം തെറ്റിച്ച് കളഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ആ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് നിങ്ങളോടുണ്ടോ? നിങ്ങളെ കൈവിടാതിരിക്കാനുള്ള ആ ഒരു പ്രോമിസ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ വാ. ഫസ്റ്റ് സ്റ്റെപ്പ് അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നില്ല, ഒരു കുഴപ്പമില്ല. ഫ്ലോസ് ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. നിങ്ങളും അതുപോലെ ഫ്ലോസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കും തെറ്റുപറ്റും, നിങ്ങളും ശരിയായ തീരുമാനങ്ങൾ എടുക്കും. നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരും, നിങ്ങൾക്ക് സങ്കടം വരും, നിങ്ങൾക്ക് സന്തോഷവും വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇമോഷണൽ കംഫർട്ട് മാത്രമല്ല എല്ലാം. ഇമോഷണൽ കംഫർട്ട് നമ്മൾ ചെയ്യുന്ന എന്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പെർസ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ
നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനപ്പുറം വർക്ക് ചെയ്ത് എത്തുക എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സുഖമായിരിക്കും, നിങ്ങൾ എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കും? ഒരിക്കലുമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ നമ്മുടെ അച്ഛനും അമ്മയായിട്ടും നമ്മൾ എപ്പോഴും സ്നേഹത്തിലായിരിക്കും. നമ്മൾ വഴക്കിടത്തില്ലേ അവരുമായിട്ട്? നല്ല രീതിയിൽ വഴക്കിടില്ലേ? ഭയങ്കര ഡിസ്കംഫർട്ടും വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വഴക്കിടാറില്ലേ? അപ്പോൾ അതൊക്കെ എന്താ പഠിപ്പിച്ചു തരുന്നത്? ഡിസ്കംഫർട്ട്, ഇമോഷണൽ കംഫർട്ട് മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ഡിസ്കംഫർട്ട് അതിൻ്റെ ഭാഗമാണ്. അംഗീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്ലസന്റ് ഫീലിങ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകരുത്. അതിനെ ചേസ് ചെയ്ത് പോകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഫോക്കസ്. അല്ലാതെ ആ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടുന്ന ഇമോഷണൽ കംഫർട്ട് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു എസൻസ് ആണ്. പക്ഷെ അത് മാത്രമല്ല എന്നതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വഴക്കാണ് എന്നും വെച്ച് നിങ്ങൾ മറ്റേയാളെ ടേക്ക് കെയർ ചെയ്യില്ലേ? അയാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ടിന് ചെല്ലില്ലേ? തീർച്ചയായിട്ടും. അതായത് ചില കാര്യങ്ങൾക്കൊന്നും നമ്മൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ സെറ്റ് ഓഫ് റൂൾസ് വെക്കുക. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. നോ മാറ്റർ വാട്ട്. അത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെപ്പറ്റി ആലോചിക്കുക. എനിക്കറിയാം ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണത്. പക്ഷേ ഇതിൽ മൊറീറ്റ തെറാപ്പിയിൽ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇതുണ്ട്. അപ്പം നിങ്ങൾ ആ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആ ഫീലിങ്സ് വെച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ചെയ്ത കാര്യത്തിനെ പറ്റി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് വന്നു. ഓക്കെ. എന്തായാലും നന്നായില്ലേ? അതോ ചെയ്തത് മോശമായിപ്പോയോ? അപ്പം ആ ചെയ്തതിന് ശേഷം കാരണം നിങ്ങൾ ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിന്തിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പോകുന്നില്ല. ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യില്ല. കാരണം എന്താ? നിങ്ങൾ മോട്ടിവേഷൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മോട്ടിവേഷൻ നോക്കിയിരുന്നൊന്നും നടക്കേണ്ട കാര്യങ്ങൾ നടക്കില്ല. എന്നിട്ട് ആ കാര്യം ചെയ്തതിന് ശേഷം അതിന് പുറത്തൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ശരിയായോ? ഇല്ലയോ? ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ റിവ്യൂ. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് കൊടുക്കാം. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്റ്റിൽനെസ് ഇരിക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന്. ഇപ്പോൾ ഇതും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ റെഡിയായിട്ട് ഫീൽ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണോ? അതോ എന്തൊക്കെ വന്നാലും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണോ? കാരണം എന്തൊക്കെ സംഭവിച്ചാലും ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മെൻ്റൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനും പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇമോഷൻസ് എപ്പോഴും റോളർ കോസ്റ്റർ പോലെ കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ റോളർ കോസ്റ്റർ അനുസരിച്ച് ജീവിക്കാൻ പോയാൽ നമ്മൾ എങ്ങും എത്തില്ല. അതുകൊണ്ട് തന്നെ മാർക്കസ് ഒറേലിയസ് പറഞ്ഞാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. യു ഹാവ് പവർ ഓവർ യുവർ മൈൻഡ്, നോട്ട് ഔട്ട്സൈഡ് ഇവൻറ്റ്സ്. റിയലൈസ് ദിസ് ആൻഡ് യു വിൽ ഫൈൻഡ് സ്ട്രെങ്ത്. നമുക്ക് നമ്മുടെ മേലെ മാത്രമേ കൺട്രോൾ ഉള്ളൂ. പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെ സംഭവിക്കണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യാം എന്നത് നമ്മുടെ കൺട്രോളിലാണ്. ആൻഡ്രൂ ടേറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ആകെ കൺട്രോളുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡാണ്. എന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ മൈൻഡാണ്. എനിക്ക് ആങ്സൈറ്റിയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് നിൽക്കുമ്പോൾ ഒന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. ഞാൻ ആരെങ്കിലും ഓവറായിട്ട് ഐഡലൈസ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണോ? അതോ ഞാൻ എൻ്റെ ഫീലിങ്സിനെ അനാവശ്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്കില്ലാത്തൊരു പ്രശ്നം ഞാൻ തന്നെ കുക്കപ്പ് ചെയ്തെടുക്കുന്നതാണോ എന്ന്?